ഈ വൈകിയ സമയത്ത് നമുക്ക് ഈ ഭവനാങ്കണത്തിൽ ഇങ്ങനെ കൂടി വരുവാൻ കർത്താവ് നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെയും അനുഗ്രഹീതമായ നിലയിൽ ദൈവനം സംസാരിപ്പാൻ തൻ്റെ ദാസനെ ദൈവം ഉപയോഗിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താമത്തിൽ നന്ദിയും സ്നേഹവും സ്വാഗതവും അറിയിക്കുന്നു. നാം ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഗാന ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗസ്വനായ പിതാവേ, സ്നേഹവാനായ ദൈവമേ, ഈ രാത്രിയുടെ യാമത്തിൽ കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കാൻ ഞങ്ങൾക്ക് അനുവദിച്ചെന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നിവിടെ കടന്നു വന്ന എല്ലാവർക്കായും കർത്താവിനെ സ്തുതിക്കുന്നു. ഇനിയും വരുവാനുള്ളത് എത്രയും എത്തിച്ചേരുവാൻ സഹായിക്കണമേ. വചന ശുശ്രൂഷിക്കുന്ന ദാസന്മാരെ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ. അതുപോലെ കർത്താവെ ഗാന ശുശ്രൂഷയിലും അതുപോലെ മറ്റ് ശുശ്രൂഷയിലുമൊക്കെയും കർത്താവെ ഏർപ്പെടുന്ന എല്ലാ മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെല്ലാം താഴ്ത്തിൽ കരങ്ങളിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതായ ഈ സുവിശേഷ യോഗത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൽ ഈ നിലയിൽ ഒരുമിച്ച് കൂടുവാനുള്ള സാവകാശം സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുവദിച്ച് നൽകി. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശുക്രിസ്തു ആയിരങ്ങളിൽ സുന്ദരനാണ് എന്ന് അർത്ഥം വരുന്ന ഈ ഗാനം ഇന്ന് രാത്രിയിൽ നമുക്ക് കേൾക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം സഹായിക്കട്ടെ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും മലയാതെ മോദമായി മോദമായി. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും മലയാതെ മോദമായി മോദമായി. മരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവിൻ. വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവിൻ. ബലവും ബഹുമാനമാകവേ ആകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവിൻ വീഴുവിൻ. ബലവും ബഹുമാനമാകവേ ആകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവിൻ വീഴുവിൻ. തിരുനാമമെന്നേക്കും വാഴ്ത്തുവിൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അടുത്ത ഒരു ഗാനം പ്രിയ സഹോദരൻ റിജോ നമുക്ക് വേണ്ടി ഇവിടെ ആലപിക്കുന്നു. കരുണയിൻ പരിപാലനം എന്നാരംഭിക്കുന്ന ഗാനമാണ്.
കരുണയിൻ പരിപാലനം എന്നും ചൊരിയണമീ ദാസരിൽ. കരുണയിൻ പരിപാലനം എന്നും ചൊരിയണമീ ദാസരിൽ. മരണം വരെയും ശരണമിൻ ചരണം, മരണം വരെയും ശരണമിൻ ചരണം, തരണമിൻ പദമഭയം. ഈ ഏഴയിൽ കനിയണമേ സദയം, ഈ ഏഴയിൽ കനിയണമേ സദയം. കരുണയിൻ പരിപാലനം എന്നും ചൊരിയണമീ ദാസരിൽ. കരുണയിൻ പരിപാലനം എന്നും ചൊരിയണമീ ദാസരിൽ, എന്നും ചൊരിയണമീ ദാസരിൽ. ഒരു ഗാനം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. സഹോദരി റിയ ഈ ഗാനം നമുക്കായി ആലപിക്കുന്നു. എനിക്കായൊരു ഉത്തമ സമ്പത്ത് എന്നാരംഭിക്കുന്ന ഗാനമാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നമ്മുടെ ജീവിതത്തിലും ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയുടെ അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകുമ്പോൾ നമ്മുടെ കർത്താവ് നൽകിയ ഈ വാഗ്ദത്തത്തെ നമുക്ക് ഓർക്കാം. സഹോദരൻ ഗോഡ്ലി അടുത്ത ഗാനം ആലപിക്കുന്നു. ഞാൻ നിന്നെ കൈവിടുമോ എന്ന് തുടങ്ങുന്ന ഗാനം. ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ, എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ.
നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? കൂട്ടുസഖികൾ നിന്നെ കൈവിട്ടപ്പോൾ എൻ ചിറകിൻ മറവിൽ അഭയം നൽകി. കൂട്ടുസഖികൾ നിന്നെ കൈവിട്ടപ്പോൾ എൻ ചിറകിൻ മറവിൽ അഭയം നൽകി. പച്ചപ്പുൽമേടുകളിൽ നിന്നെ നടത്തി, സ്വച്ഛമാം ജലവും നൽകി. പച്ചപ്പുൽമേടുകളിൽ നിന്നെ നടത്തി, സ്വച്ഛമാം ജലവും നൽകി. ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? ഓ, എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? ദൈവസ്നേഹത്തിൻ്റെ പ്രദർശന നഗരിയാണ് കാൽവരി ക്രൂശ്. ആ ദൈവസ്നേഹത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന മറ്റൊരു ഗാനം സഹോദരി ഷിൻലി ആലപിക്കുന്നു. പാടും ഞാൻ യേശുവിൻ അതുല്യ സ്നേഹത്തെ എന്നാരംഭിക്കുന്നു.
യേശുവിൻ പ്രിയൻ ക്രിസ്തേശുവിൻ പ്രിയൻ യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ പാടും ഞാൻ യേശുവിൻ അതുല്യ സ്നേഹത്തെ പാരിൽ പരനിശിയെ പാർക്കുന്ന വീട്ടിൽ പാടും ഞാൻ യേശുവിൻ അതുല്യ സ്നേഹത്തെ പാരിൽ പരനിശിയെ പാർക്കുന്ന വീട്ടിൽ പാവനമാം ചട്ടമെന്റെ കീർത്തനങ്ങളാലെ നാൾതോറും അവകളെ ധ്യാനിക്കുമേ യേശുവിൻ പ്രിയൻ ക്രിസ്തേശുവിൻ പ്രിയൻ യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ യേശുവിൻ പ്രിയൻ ക്രിസ്തേശുവിൻ പ്രിയൻ യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ കരികിൽ ഒരു സുഖവും മനഃശാന്തിയരും ഇഹലോകമോ കരികിൽ ഒരു സുഖവും മനഃശാന്തിയരും എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമും എനിക്ക് എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമും എനിക്ക് മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ മറവേറിടുമ്പോൾ അമനാഥനവൻ മറിച്ചായി ഞാൻ ആശ്വസിക്കും മറവേറിടുമ്പോൾ അമനാഥനവൻ മറിച്ചായി ഞാൻ ആശ്വസിക്കും എത്ര നല്ലവൻ മതിയായ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഈ നിലയിൽ അങ്കമാലി സുവിശേഷക കൂട്ടായ്മയുടെ ചുമതലയിലും സ്ഥലം സഭകളുടെ സഹകരണത്തിലും നടത്തിവരുന്ന വീട്ടുമുറ്റത്തുള്ള കൺവെൻഷൻ എന്ന പേരിൽ നാം ഇട്ടിരിക്കുന്ന ഈ യോഗങ്ങൾ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നു. അതുമാത്രമല്ല, ഈ അങ്കമാലിയിലും പരിസരങ്ങളിലും ഉള്ളതായ എല്ലാ ദൈവമക്കളുടെയും വളരെ വിലപ്പെട്ടതായ പ്രാർത്ഥനയും സഹകരണവും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നത് ഞങ്ങൾ ഓർക്കുന്നു. എല്ലാ നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും സഹോദര സഹോദരിമാർക്കും ദേശവാസികൾക്കും കർത്തൃനാമത്തിലുള്ള സ്വാഗതം ഞങ്ങൾ അറിയിക്കുന്നു. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ചാർലി ഗർവാസി സഹോദരനാണ്. വളരെ നമുക്ക് പരിചയമുള്ള ദൈവദാസനാണ്. ഇതുപോലെ സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കുക മാത്രമല്ല, ഞങ്ങളോടൊപ്പം അനേക ഇടങ്ങളിൽ വഴിയോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കുവാനും വീടുകൾ സന്ദർശിക്കേണ്ടതിനും ഒക്കെ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. ദൈവം തന്നെ ഇന്ന് രാത്രിയിൽ ദൈവവചനം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഈ ദേശത്തോട് സംസാരിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സണ്ണി സഹോദരൻ മുൻപോട്ട് വന്ന് യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവമേ, അവിടുത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സായനത്തിനായ സ്തോത്രം. കർത്താവിൻ്റെ ആജ്ഞപ്രകാരം നിങ്ങൾ ലോകമെമ്പാടും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണമെന്നുള്ള ആ വലിയ വാഗ്ദത്തം ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ, അവിടുത്തെ മക്കൾക്ക് ഇങ്ങനെ ഒരു
സുവിശേഷ യോഗം ക്രമീകരിപ്പാൻ തക്കവണ്ണം ഈ ദേശത്ത് അവിടുന്ന് കൊടുത്തതായ സാവകാശത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ വചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ഒരുക്കത്തോടുകൂടെ കർത്താവ് സംസാരിക്കുന്ന വാക്കുകൾ ഞങ്ങൾക്ക് ശ്രദ്ധയോടെ കേൾപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, മാനവ മഹത്വം അവിടെ നടക്കണം. കർത്താവേ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ സായം സന്ധ്യയ്ക്കായിട്ട് നിങ്ങളോട് ചേർന്ന് ഞാനും ദൈവത്തെ സ്തുതിക്കുക. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലവരായ നാട്ടുകാർക്കും ഈ മീറ്റിങ്ങിൻ്റെ സംഘാടകരായിരിക്കുന്ന സുവിശേഷ കൂട്ടായ്മയിലുള്ള പ്രിയപ്പെട്ടവർക്കും അതോടൊപ്പം എൻ്റെ മാതൃസഭയിലുള്ള കൂട്ടുവിശ്വാസികൾക്കും സർവോപരി ഈ വാത്സല്യ ഭവനത്തിൽ താമസിക്കുന്ന പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സായാഹ്ന വന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുക. 2 ദിവസമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളും ദൈവവചനവും നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി, അന്വേഷണങ്ങൾക്കുള്ള കണ്ടെത്തലുകളായി നമ്മുടെ ജീവിതയാത്രയിൽ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സമസ്യകൾക്കുള്ള ഉത്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഏകദേശം 10 വർഷം മുമ്പ് മലയാളക്കര ഏറ്റെടുത്ത ഒരു വികസന മുദ്രാവാക്യമുണ്ട്. നിങ്ങളിൽ പലരും അത് ഓർക്കുന്നുണ്ടായിരിക്കും. അത് ഇപ്രകാരമാണ്: അതിവേഗം ബഹുദൂരം എന്ന് പറയുന്ന ഒരു വികസന മുദ്രാവാക്യം. അതിവേഗം ബഹുദൂരം എവിടേക്കെന്നറിയാതെ ഓടി സമീപകാല സംഭവവികാസങ്ങളുടെ മുൻപിൽ പകച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഞാൻ ഈ സന്ധ്യാസമയത്ത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അനേക ബാല്യകാല സ്മരണകൾ, ഓർമ്മകൾ നിങ്ങളെപ്പോലെ എൻ്റെയും മനസ്സിലോട്ട് കടന്നു വരുന്നുണ്ട്. വിളഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങളുടെ നടുവിലുള്ള ഒറ്റവരി പാതയിലൂടെ ആത്മസുഹൃത്തിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് കലാലയങ്ങളിലേക്ക് നടന്നു നീങ്ങിയ ഒരു ബാല്യകാലം. അധ്യാപകനാണ് ശരിയെന്ന് ഉള്ള ആപ്തവാക്യം മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചിട്ട് അധ്യാപകരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു നല്ല ബാല്യകാലം. അതോടൊപ്പം ഞാൻ ഇനി പകൽക്കാലം ഇങ്ങനെ ഓർക്കുകയുണ്ടായി, എന്നോ എപ്പോഴോ മനസ്സിൽ കടന്നു വന്ന 2 വരി കവിത അതൊന്ന് എഴുതി വെക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ സ്വന്തം കൈവശം ഒരു കെട്ട് പുസ്തകങ്ങളുണ്ടായിട്ടും അടുത്തിരിക്കുന്നവൻ്റെ പുസ്തകത്തിൽ അത് കോറിയിട്ടപ്പോൾ അധ്യാപകന്റെ മുമ്പിൽ നിന്ന് കിട്ടിയ ചൂരൽ കഷായയുടെ ഒരു പെരുമഴക്കാലം. അങ്ങനെയെല്ലാം നമുക്കെല്ലാം ഓർമ്മയുടെ ആ ചെപ്പ് തുറന്നെടുക്കുമ്പോൾ എന്നും ഓർത്തിരിക്കാൻ ഉതകുന്ന അനേക ബാല്യകാല സ്മരണകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ സമീപകാല സംഭവവികാസങ്ങൾ നാം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കലാലയങ്ങൾ എന്ന് പറയുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വിപണന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിദ്യാർത്ഥികളെ പേടിച്ച് അധ്യാപകർ വഴിമാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാം ജീവിക്കുന്നത് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിപ്രകാരം ഓർക്കുകയുണ്ടായി, കാലം എത്രയോ പെട്ടെന്നാണ് അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്തായിട്ട് നാം വായിച്ച ഒരു മാധ്യമ വാർത്ത ഇപ്രകാരമായിരുന്നു:
ക്ലാസ്സിൽ കുസൃതി കാണിച്ച ഒരു കുരുന്ന് അവൻ്റെ ഉള്ളംകൈയിലോട്ട് അധ്യാപകൻ ചൂരൽ കൊണ്ട് അല്പമായിട്ടൊന്ന് പോറുവാൻ തക്കമിടയായി. അവൻ കരഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിൽ പോകുമെന്ന് പ്രതീക്ഷിച്ച അധ്യാപകന് തെറ്റി. അവൻ കരയാതെ പോയത് അവൻ്റെ വീടിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിൽ കടന്നുപോയി അധ്യാപകനെതിരെ FIR ഫയൽ ചെയ്തിട്ടാണ് അവൻ്റെ വീട്ടിലോട്ട് പോയത്. നേരം അധികം കഴിഞ്ഞില്ല, വാർത്തകൾ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു. അത് ഏറ്റെടുത്ത സാംസ്കാരിക നായകന്മാർ അവനെ വരും തലമുറയുടെ സുഭാഷ് ചന്ദ്രബോസായി, സർദാർ വല്ലഭായ് പട്ടാലായി, അല്ല നെൽസൺ മണ്ടേലയായി വാഴ്ത്തുപാട്ടുകൾ പാടുവാൻ തൊക്കോണം തുടങ്ങി. എവിടെ ചെന്നെന്ന് അവസാനിക്കുന്നു നമുക്കറിയത്തില്ല. അങ്ങനെ വാഴ്ത്തുപാട്ടുകൾ പാടി ഊതിയുറിപ്പിച്ച അപ്പോൾ അവർ മറന്നുപോയ ഒരു സത്യമുണ്ട്. അവർ ഇങ്ങനെ ഊതിയുറിപ്പിച്ചു കൊണ്ടുവരുന്നത് ഒരു മഹാത്മാഗാന്ധിയല്ല, മറിച്ച് അവന്റെ കൊലപാതകനായി തീർന്ന നാഥുറാം ഗോഡ്സെയാണ് എന്നുള്ള ചരിത്ര സത്യം. പ്രിയമുള്ളവരെ, ഇതാണ് ഇന്നത്തെ കൊച്ചു കേരളത്തിന് നമ്മുടെ സാംസ്കാരിക നായകന്മാരെന്ന് അഭിമാനിക്കുന്നവർ തന്ന സംഭാവന എന്ന് പറയുന്നത്. നമുക്കറിയാം, 9 മാസം സ്വന്തം ഉദരത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച് മുലയൂട്ടി വളർത്തി നാളെ കുടുംബത്തിന് ഒരത്താണിയാകുമെന്ന് പ്രതീക്ഷിച്ച് കലാലയത്തിൽ കോളേജിൽ പറഞ്ഞുവിട്ട അഭിമന്യു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവ് കലാലയ രാഷ്ട്രീയത്തിന്റെ അല്ല, കൊലയാളി രാഷ്ട്രീയത്തിന്റെ കൊടുവാളി നിരയായിട്ട് മുറ്റത്ത് വിരിച്ചിട്ട പച്ചപ്പനമ്പിൽ വെട്ടിയിട്ട വാഴത്തല പോലെ കിടക്കുന്നത് കണ്ടിട്ട് അലറി പിടിച്ച ഒരു ആദിവാസി അമ്മയുടെ കരച്ചിൽ ഇന്നും നമ്മുടെ കർണപുടങ്ങളിൽ അലയടിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കലാലയ രാഷ്ട്രീയം ഈ കൊച്ചു കേരളത്തിന് ചെയ്ത സംഭാവന എന്ന് പറയുന്നത്. ഒന്നും രണ്ടുമല്ല, 6 പേരുടെ തലയോട്ടി ചുറ്റികൊണ്ട് അടിച്ചു പൊളിച്ചിട്ട് 23-കാരൻ സധൈര്യം ആ പോലീസ് സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുമ്പോഴും അവന് പരിഭവമാണ്. അവൻ പറയുന്നത്, സാറേ, എനിക്ക് 2 പേരെ കൂടി കൊല്ലുവാനുണ്ടായിരുന്നു എന്നാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരിക്കുന്ന ഇന്നത്തെ യുവതലമുറ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവന എന്ന് പറയുന്നത്. സമപ്രായക്കാരനായിരിക്കുന്ന സഹപാഠിയുടെ തല നഞ്ചക്ക് കൊണ്ടടിച്ചു കൊന്നിട്ട് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ടെൻസിങ്ങിനെ പോലെ കൈ ഉയർത്തി നിന്ന് സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന 15-കാരൻ, അവന്റെ പ്രായം വെറും 15, കൗമാരക്കാരൻ. ഇതാണ് ഇന്നത്തെ കൗമാരപ്രായക്കാരുടെ ഈ കൊച്ചു കേരളത്തിന് നൽകുന്ന സംഭാവന എന്ന് പറയുന്നത്. അടുത്തിടെ പുറത്തു വന്ന ഒരു കണക്കുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും 70% ഉപയോഗിക്കുന്നത് 10-നും 15-നും ഇടയ്ക്ക് പ്രായമുള്ള നമ്മുടെ സ്കൂൾ കുട്ടികളാണെന്നുള്ള വസ്തുതയാണ്. പ്രവർത്തിക്കട്ടെ, ഇതാണ് ആൽഫ ജനറേഷൻ എന്നറിയപ്പെടുന്ന 2010-നും 2015-നും ഇടയ്ക്ക് ജനിച്ച നമ്മൾ പിഞ്ചുകുട്ടികൾ, പൊന്നോമരകളെല്ലാം പറയുന്ന ഈ കൊച്ചു കുട്ടികളിൽ ഈ കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവന എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വിധത്തിലുള്ള സ്ഥിതിവിവര കണക്കുകൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വയ്ക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത്, അതിവേഗം ബഹുദൂരം സഞ്ചരിച്ച് നാം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുള്ള യാഥാർത്ഥ്യം, ആ ഓർമ്മ ഒന്ന് തൊട്ട് ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ്. നാം എവിടെയാണ് എത്തി നിൽക്കുന്നുവെന്ന് നാം ഒന്ന് മനസ്സിൽ ആക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്? തൊഴിലില്ലായ്മയാണോ? അല്ല പ്രിയപ്പെട്ടവരെ, തൊഴിലില്ലായ്മയാണ് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ ഇന്ന് തൊഴിലുള്ളവന്റെ പ്രശ്നങ്ങൾ തീരണം. വിദ്യാഭ്യാസമില്ലാത്തതാണോ? വിദ്യാഭ്യാസമില്ലാത്തതാണ് ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ നാം കഴിഞ്ഞ ദിവസം കേൾക്കുകയുണ്ടായി, MBBS വിദ്യാഭ്യാസമുള്ള ഒരു യുവാവാണ് സ്വന്തം പിതാവിനെ വെട്ടി തുണ്ടം തുണ്ടമാക്കി പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചത്. അപ്പോൾ തൊഴിലില്ലായ്മയല്ല നമ്മുടെ കൊച്ചു കേരളം നേരിടുന്ന പ്രശ്നമെന്ന് പറയുന്നത്. വിദ്യാഭ്യാസമല്ല ഇല്ലാത്തതല്ല നമ്മുടെ ഈ കൊച്ചു കേരളം നേരിടുന്ന വലിയ പ്രശ്നമെന്ന് പറയുന്നത്. കുലാപാതിയായി തക്കോണം, ആരെയും കൊല്ലുവാൻ തക്കോണം ഒരു കുഞ്ഞും ഈ കേരളത്തിൽ അല്ല ലോകത്തിൽ ഒരിടത്തും പിറന്നു വീഴുന്നില്ല. മോശമാക്കുവാൻ വേണ്ടി ഒരമ്മയും തൻ്റെ കുഞ്ഞിനെ പാലൂട്ടി വളർത്തുന്നില്ല. പക്ഷേ
അറിയാഞ്ഞോ അറിയാതെയോ നാം അതൊക്കെ ആയിത്തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന കാതലായ പ്രശ്നത്തിന്റെ കാരണമെന്നറിയുവാൻ ഞാൻ ബഹുദൂരം സഞ്ചരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കയ്യിലിരിക്കുന്ന, നമ്മുടെ അലമാരകളിൽ വെച്ച് നാം പൂട്ടി സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ പൂജാമുറികൾ ഒരു പൂജാബിംബത്തെ പോലെ നാം കാത്തു സൂക്ഷിക്കുന്ന ഈ വിശുദ്ധ വേദ പുസ്തകത്തിന്റെ ഏടുകളൊന്ന് മറിച്ചു നോക്കുവാൻ അല്പമെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും സാവകാശം കിട്ടിയാൽ ഇന്ന് ഈ കൊച്ചു കേരളം അല്ല, ഈ ഭൂമി അഭിമുഖീകരിക്കുന്ന കാതലായ പ്രശ്നത്തിന്റെ കാരണം നമുക്കവിടെ കാണുവാൻ കഴിയും. നമുക്കൊരു വേദവാക്യം വായിക്കാം. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ നിർത്തി ഒന്ന് വായിക്കണേ. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ഭർത്താവായിരിക്കുവാൻ തക്കോണം ആഗ്രഹമില്ലാത്ത ഏത് ഭർത്താവാണ് ഉണ്ടായിട്ടുള്ളത്? അതിനാണല്ലോ അവർ വിവാഹം കഴിച്ചത്. ഒരു നല്ല പിതാവായിരിക്കുവാൻ തക്കവണ്ണം ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? അതിനാണല്ലോ നോമ്പ് നോറ്റ് ഒരു കുഞ്ചുകാല് കാണുവാനായിട്ട് കാത്തിരുന്നത്. ഒരു നല്ല അയൽക്കാരനായി തീരുവാൻ, ഒരു നല്ല സുഹൃത്തായി തീരുവാൻ, അല്ല ഒരു നല്ല മനുഷ്യനായി തീരുവാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത്? അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. അവനത് ആയില്ല എന്ന് മാത്രമല്ല, അവൻ ആഗ്രഹിക്കുന്ന, ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന, ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്ന ആ തുറമുഖത്ത് അവൻ എത്തിച്ചേർന്നില്ല എന്ന് മാത്രമല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് അവൻ ചെയ്യുന്നതെന്ന് കാണുവാൻ കഴിയും. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പ്രതിജ്ഞയെടുത്ത വ്യക്തി ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് തീർന്നിരിക്കുന്നു. മോഷ്ടാക്കളെ പിടികൂടണമെന്നുള്ള ജീവിത താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് പോലീസായി തീർന്ന വ്യക്തി ഇന്ന് പോലീസിലെ കള്ളനായിട്ട് മാറിയിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് സമീപകാലങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അഴിമതിക്കെതിരെ പോരാടുവാൻ തക്കോണം രാഷ്ട്രീയത്തിൽ ചേർന്നവൻ ഇന്ന് ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ട് മാറിയിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എന്താണ് അതിന് കാരണം? അടുത്ത വാക്യം വായിച്ചേ. എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല. അവിടെ വിശുദ്ധ വേദപുസ്തകം ആണിവരയിട്ട് പറയുന്ന കാര്യമുണ്ട്. അതിനെ പ്രവർത്തിക്കുന്നത് ഞാൻ നല്ലവനായിരിക്കുവാൻ തക്കോണം ആഗ്രഹിച്ചു, എനിക്കതിനെ കഴിയുന്നില്ല. ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് അനുദിന ജീവിതത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്നാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അപ്പോൾ ആർക്കാണ് പരിഹാരം വേണ്ടത്? പാപം ചെയ്യുന്ന മനുഷ്യനാണോ പരിഹാരം വേണ്ടത്? അതോ പാപത്തിനാണോ പരിഹാരം വരേണ്ടത്? നമുക്കറിയാം, ഒരു കുറ്റവാളിയെ ജയിലിൽ അടച്ചാൽ പാപ സ്വഭാവത്തിന് പരിഹാരം വരുമെങ്കിൽ നമ്മുടെ ജയിലുകളെല്ലാം എന്നേ ആരാധന ആലയങ്ങളായിട്ട് മാറിപ്പോകുമായിരുന്നു. നമുക്കറിയാം, ഒരു പോക്കറ്റടിക്കാരൻ പിടിക്കപ്പെട്ടിട്ട് അവൻ ജയിലിൽ പോയാൽ അവൻ മടങ്ങി വരുന്നത് ബാങ്ക് കവർച്ച ചെയ്യുവാനുള്ള പദ്ധതികളുമായിട്ടാണ്. നമുക്കറിയാം, ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോയ ചെന്താമര എന്ന് പറയുന്ന കൊലയാളി അവൻ ജാമ്യത്തിലിറങ്ങി വെളിയിൽ വന്നത് 2 പേരെ കൊല്ലുവാനായിട്ടാണ്. ഈ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അതിക്രമത്താലും പാപത്താലും മരിച്ചു കിടക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ സാഹചര്യങ്ങളെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. താൻ നഗ്നനാണോ അല്ലയോ എന്ന് അവന് യാതൊരു ബോധ്യവുമില്ല. തന്റെ സമീപത്തോട് കടന്നു പോകുന്നവർ തന്നെ കുറിച്ച് എന്തു പറയുന്നു എന്ന് മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിക്ക് യാതൊരു ബോധ്യവുമില്ലാത്തതുപോലെ പാപത്തിന്റെ പടുകുഴിയിൽ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിക്ക്, പാപിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് താൻ ചെയ്യുന്നതിനെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ല എന്നാണ് വിശുദ്ധ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്ന വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാറ്റം വരേണ്ടത് വ്യക്തികൾക്കല്ല, മറിച്ച് പാപത്തിനാണ് മാറ്റം വരേണ്ടത്. അതുകൊണ്ടാണ് കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ നമ്മുടെ അരുമനാഥനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു തന്റെ കാൽകരങ്ങളിൽ ആ ആണികൾ ആഞ്ഞടിച്ച ആ റോമൻ പടയാളികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, തന്റെ മുഖത്ത് തുപ്പിയ ആ യഹൂദന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, തന്നെ പരിഹസിച്ചുകൊണ്ട് കടന്നു പോകുന്ന സഹയാത്രികന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. കാരണം അവരെ കൊണ്ട് ആ ഹീനകൃത്യം ചെയ്യിക്കുന്നത്
അവരിൽ അധിവസിക്കുന്ന പാപ സ്വഭാവമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞത്, നിങ്ങളുടെ വലത്തെ കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ചൂഴ്ന്ന് എടുത്ത് എറിഞ്ഞു കളയുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ അധിവസിക്കുന്ന പാപ സ്വഭാവത്തിനാണ് പരിഹാരം വരേണ്ടത്. പാപിയെ പിടിച്ച്, കൊലപാതകയെ പിടിച്ച്, മോഷ്ടാവിനെ പിടിച്ച് ജയിലിൽ അടച്ചതുകൊണ്ട് ലോകത്തിൽ ഒരു നാളും സമാധാനം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകത്തില്ല. ഞാനിങ്ങനെ ഒന്ന് ചേർത്ത് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവാലയത്തിന്റെ യാഗപീഠത്തിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ആ കറുത്ത പുകയിൽ പോലും പാപത്തിന്റെ ദുർഗന്ധം സാധാ വമിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ അവിടെ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നുകൊണ്ട് മനുഷ്യൻ അയ്യം വിളിച്ച ഒരു കാലഘട്ടത്തിൽ ഈ ദേവാലയത്തിന്റെ വാതിലുകൾ എന്നേക്കുമായി ആരെങ്കിലും ഒന്ന് അടച്ചു കളഞ്ഞാൽ കൊള്ളാമായിരുന്നുവെന്ന് സർവശക്തനായ ദൈവം തന്നെയും ആഗ്രഹിച്ച ഒരു കാലഘട്ടത്തിൽ തങ്ങളുടെ പൂർവ്വപിതാവായിരിക്കുന്ന കയ്യനെ പോലെ ആ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നുകൊണ്ട് മനുഷ്യൻ ഇപ്രകാരം ഒന്ന് കരയുവാനൊക്കെയിടയായി. ഞങ്ങളുടെ പാപം പൊറുക്കുവാൻ കഴിയുന്നതിലും വലുതാണ്. ആർക്ക് ഞങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയും? ഈ പാപത്തിന്റെ ഈ പടുകുഴിയിൽ നിന്ന് എന്നെ ഒന്ന് കൈപിടിച്ച് ഉയർത്തുവാൻ തക്കവണ്ണം ആർക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, കൃപാലുവായിരിക്കുന്ന, കരുണാമയനായിരിക്കുന്ന, സ്നേഹനിധിയായിരിക്കുന്ന നമ്മുടെ കർത്താവിന് ആ കരച്ചിലിന് മറുപടി കൊടുക്കുവാതിരിക്കുവാൻ കഴിഞ്ഞില്ല. അതാണ് നാം ഇന്നലെ കേട്ടത്. കരുണാമയനായ ദൈവം തന്റെ ദൂതനെ ഈ ഭൂമിയിലോട്ട് അയക്കുവാൻ ഇടയായി. യോസേഫ് എന്ന് പറയുന്ന ബെത്ലഹേമിൽ ജനിച്ച ഒരു പുരുഷന്റെ അടുത്തേക്ക് ദൂതൻ കടന്നു വന്നു. അവനോട് ഇപ്രകാരം പറയുകയുണ്ടായി, കന്യകയും നിനക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നതുമായ മറിയ എന്ന സ്ത്രീയുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. അത്യുന്നത ശക്തി അവളുടെ മേൽ നിഴലിടും. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ചോദ്യം പിന്നെയും ശേഷിക്കുകയാണ്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് മറിയയുടെ മകനായി ജനിച്ച ഈ യേശുവിന് എങ്ങനെ മാനവവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയും? 1-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിച്ചേ. മാത്യു 1:22. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. മനുഷ്യൻ ചോദിച്ച ചോദ്യത്തിന് വലിയവനായ ദൈവം കൊടുത്ത മറുപടി ഇത് തന്നെയാണ്. അല്ലയോ മനുഷ്യ, നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല. വാസ്തവം എങ്കിൽ ദൈവത്തിന് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയും. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നത്, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ഞങ്ങൾ പ്രസ്താവിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ അനുകരിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന ഈ കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വരുവാനിടയായത്. മനുഷ്യന്റെ പാപത്തിന് മനുഷ്യനെ കൊണ്ട് പരിഹാരം വരുത്തുവാൻ കഴിയില്ലെന്നിരിക്കെ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചതാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. അവൻ സാക്ഷാൽ ദൈവമാണ്. അവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. ഇനിയും നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ ഇവിടെ വെച്ചിരിക്കുന്ന ഫ്ലെക്സിന്റെ ഏറ്റവും മുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു വേദവാക്യമുണ്ട്. നമുക്കൊന്ന് വായിക്കാം. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 15-ാം വാക്യം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ക്രിസ്തു
ക്രിസ്തു ആയിരുന്നവൻ യേശുവായി ഈ ലോകത്തിൽ വന്നവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. വാഗ്ദത്ത മശിയായിരിക്കുന്നവൻ യേശുവായി ഈ ഭൂമിയിൽ വന്നതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. അഭിഷക്തനായവൻ യേശുവായി ഈ മണ്ണിൽ പിറന്നവനാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രസ്താവിക്കുന്ന ഈ യേശു ക്രിസ്തു. എന്തിനു വന്നുവെന്ന് ചോദിച്ചാൽ അവൻ ക്രിസ്ത്യാനികളെ രക്ഷിപ്പാൻ വന്നവനല്ല, അവൻ യഹൂദന്മാരെ രക്ഷിപ്പാൻ വന്നവനല്ല, അവൻ ഹിന്ദുക്കളെ രക്ഷിപ്പാൻ വന്നവനല്ല, അവൻ പാപികളെ രക്ഷിപ്പാനായിട്ട് വന്നതാണ്. പൗലോസ് എഴുതിയ ആ വാക്യം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്, അവൻ പാപികളെ രക്ഷിപ്പാനായിട്ട് വന്നു. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ അങ്കമാലിക്കാരനാണ്. ഞാനിവിടെ വന്നവനാണ്. വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊരിടത്തു നിന്ന് ഇവിടെ വന്നു. അങ്കമാലിയിൽ നിന്ന് മൂക്കന്നൂർ വട്ടേപ്പറമ്പിൽ വന്നവനാണ് ഞാൻ. അത് തന്നെയാണ് പൗലോസ് പറയുന്നത്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അവൻ ഈ ലോകത്തിന്റെ വകയല്ല, അവൻ സ്വർഗത്തിൽ നിന്ന് മാനവരാശി രക്ഷിക്കുവാനായി ഈ ഭൂമിയിൽ വന്നവനാണ്. അതാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രസ്താവിക്കുന്ന ഈ യേശു ക്രിസ്തു. പൗലോസ് പറയുകയാണ്, ഇത് എല്ലാവരും അംഗീകരിക്കുവാൻ, മണ്ണിൽ മനുഷ്യനായി പിറന്ന ഏവരും അംഗീകരിക്കുവാൻ, മണ്ണിൽ മനുഷ്യനായി പിറന്ന് ഞാൻ പാപിയാണെന്നുള്ള ഒരു ബോധ്യമുള്ള ഏവരും അംഗീകരിക്കുവാൻ ഏറ്റവും യോഗ്യമായിരിക്കുന്ന വചനം. എന്തുകൊണ്ടാണ് ഞങ്ങൾ യേശു ക്രിസ്തു പ്രസംഗിക്കുന്നറിയാമോ? പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന മാനവരാശിയെ രക്ഷിക്കുവാൻ പര്യാപ്തമായിരിക്കുന്ന ഏക നാമം ഇത് മാത്രമാണ്. ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇവനെ പോലെ പ്രസംഗിക്കുവാൻ കൊള്ളാകുന്ന, ഇവനെ പോലെ അനുകരിക്കുവാൻ കൊള്ളാകുന്ന, ഇവനെ പോലെ അനുഗമിക്കുവാൻ കൊള്ളാകുന്ന, ഇവനെ പോലെ ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന, പോരാ ഇവനെ പോലെ ആരാധിക്കുവാൻ കൊള്ളാകുന്ന ഒരു വ്യക്തി പ്രഭാവം ഈ പ്രപഞ്ചത്തിൽ ഉദയം കൊണ്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശു ക്രിസ്തു. അവനെ അനുഗമിച്ചവരാർക്കും പിന്നെ മറ്റൊരാളെയും അനുഗമിക്കേണ്ടതായി വന്നിട്ടില്ല. അവനെ പ്രസംഗിച്ച ഞങ്ങൾക്ക് ഒരിക്കലും മറ്റൊരാളെ കുറിച്ച് പ്രസംഗിക്കേണ്ടതായി വന്നിട്ടില്ല. ഒരിക്കലെങ്കിലും സത്യത്തിലും ആത്മാവിലും നീതിയിലും വിശുദ്ധിയിലും അവനെ ആരാധിച്ച ഒരു വ്യക്തിക്ക് പോലും അവന്റെ ജന്മത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാളെ ആരാധിക്കേണ്ടതായിട്ട് വരികയില്ല. പ്രിയപ്പെട്ടവരെ, അവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. നമുക്ക് വേദവാക്യം വായിക്കുക. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ വേദപുസ്തകം അടിവരയിട്ടുകൊണ്ട് പറയുന്ന ഒരു വാക്കാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് നിന്റെ കരം പിടിച്ച് ഉയർത്തുവാൻ പര്യാപ്തമായിരിക്കുന്ന മറ്റൊരു നാമവും ഈ ലോകത്തിലില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കാര്യം പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ചിലരുടെയെങ്കിലും നെറ്റ് ചുളിയുവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവർ ചോദിച്ചേക്കാം, അങ്ങനെയൊക്കെ പറയാമോ? മറ്റൊരു ചിന്തിച്ചേക്കാം, മതസൗഹാർദ്ദം തകരുവാനുള്ള സാധ്യതയില്ലേ? യേശുവിൽ കൂടിയും രക്ഷ എന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അവരോട് തിരിച്ച് ഒരു ചോദ്യം ചോദിക്കട്ടെ. നാം ജീവിക്കുന്ന ഈ ഭൂമിയിൽ വായുമണ്ഡലമുണ്ട്. നമുക്കറിയാം, ഇവിടെ അനേക വാതകങ്ങളുണ്ട്. ഓക്സിജൻ ഒരു വാതകമാണ്, നൈട്രസ് ഓക്സൈഡ് ഒരു വാതകമാണ്, കാർബൺ ഡയോക്സൈഡ് ഒരു വാതകമാണ്, കാർബൺ മോണോക്സൈഡ് ഒരു വാതകമാണ്. അവിടെ നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, ആർഗോൺ ഉണ്ട്. ഏകദേശം 15 വാതകങ്ങൾ നിറഞ്ഞ ഒരു വായുമണ്ഡലത്തിലാണ് നാം ജീവിക്കുന്നത്. ഓർക്കുക, ഒരു ദിവസം സന്ധ്യാസമയത്ത് നാം വഴിവക്കിൽ കണ്ട ഒരു അമ്മാവനെയും കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കടന്നുപോയി. അമ്മാവനെ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞു, സിസ്റ്ററെ വേഗം ഓക്സിജൻ കൊണ്ടുപോവാ, ഇവൻ മരണശയ്യയിലാണ്, പെട്ടെന്ന് ഓക്സിജൻ കൊടുക്കണം, ഓക്സിജൻ കൊണ്ടുപോവാ. സിസ്റ്റർ ഓടിപ്പോയി. പെട്ടെന്ന് ഓടിപ്പോയ സിസ്റ്റർ അതിലും വേഗത്തിൽ മടങ്ങി വന്നു, കയ്യിലൊരു ചുവന്ന സിലിണ്ടറുമായിട്ട്. സിസ്റ്റർ പറഞ്ഞു, ഡോക്ടറെ ഓക്സിജൻ സിലിണ്ടർ കാലിയാ.
തൽക്കാലത്തേക്ക് ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഡോക്ടർ പറഞ്ഞു, സിസ്റ്ററെ പറ്റില്ല, ഇത് ഫയർ എക്സ്റ്റിംഗ്വിഷറാണ്, ഇത് കൊടുത്താൽ അമ്മാവൻ വടിയാകും. സിസ്റ്റർ വീണ്ടും ഓടിപ്പോയി. മടങ്ങി വന്നത് കയ്യിൽ ഒരു നീല സിലിണ്ടറുമായിട്ടാണ്. അതിന് മുകളിൽ പച്ചയക്ഷരത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് N2O എന്ന് പറഞ്ഞാൽ നൈട്രസ് ഓക്സൈഡ്. സിസ്റ്റർ ഓടി എന്ന് പറഞ്ഞു, ഡോക്ടറെ പിന്നെയും ഓക്സിജൻ കിട്ടിയില്ല, കിട്ടിയത് നൈട്രസ് ഓക്സൈഡാണ്, പേരിന് ഒരു ഓക്സിജൻ ഇതിലുമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, എൻ്റെ പൊന്നു സിസ്റ്ററെ, ഇത് കൊടുത്താൽ ഈ രോഗി ചിരിച്ച് ചിരിച്ച് മരിച്ചു പോകും, ഇത് ലാഫിംഗ് ഗ്യാസാണ്. ഡോക്ടർ സിസ്റ്റർ പറഞ്ഞു, അല്ല പേരിന് ഓക്സിജൻ ഉണ്ടല്ലോ. അല്ല, പേരിലല്ല സിസ്റ്ററെ, പ്രവൃത്തിയിലാണ് ഓക്സിജൻ വേണ്ടത്. പ്രിയരെ, നാം ജീവിക്കുന്ന ഈ ഭൂമണ്ഡലത്തിൽ 15ഓളം വരുന്ന വാതകങ്ങൾ നിറഞ്ഞ ഈ വായുമണ്ഡലത്തിൽ നമുക്ക് ജീവവായു എന്ന് പറയുവാൻ ഒരു ഓക്സിജൻ മാത്രമേ ഉള്ളൂ. മരണക്കിടക്കയിൽ നമുക്ക് ജീവൻ നിലനിർത്തുവാൻ ഈ ഓക്സിജനെ കഴിയുന്നിരിക്കെ ഈ ലോകത്തിൽ ദൈവങ്ങൾ എന്ന ദേവന്മാർ എന്ന് പേര് പറയുന്ന അനേകരുണ്ടെങ്കിലും കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായിരിക്കുന്ന ഏക ദൈവമേ നമുക്കുള്ളൂ. പ്രിയമുള്ളവരെ, അക്ഷരത്തെറ്റുകൂടാതെ ദൈവമെന്ന് വിളിക്കുവാൻ യോഗ്യനായിരിക്കുന്ന ഒരുത്തനെ ഈ ഉലകത്തിൽ ജന്മം കൊണ്ടിട്ടുള്ളൂ. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. എന്തുകൊണ്ട് ഞങ്ങൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് നിങ്ങൾ ചോദിച്ചാൽ, മരിച്ച് 4 നാൾ കഴിഞ്ഞ് നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ചത് കൊണ്ടല്ല ഞങ്ങൾ ഈ കർത്താവിനെ ദൈവമെന്ന് പറഞ്ഞ് ഉയർത്തി കാണിക്കുന്നത്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത് കണ്ടല്ല, കുരുടനും മുടന്തനും കുഷ്ഠരോഗിക്കും രക്തസ്രാവമുള്ള സ്ത്രീക്കും സൗഖ്യം നൽകിയത് കൊണ്ടല്ല ഞങ്ങൾ അവനെ കർത്താവ് എന്ന് വിളിച്ച് ആദരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ നാമത്തിൽ ഇതിലും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇനി നിങ്ങൾക്ക് അവനെ ദൈവമെന്ന് വിളിക്കുവാൻ തക്കവണ്ണം അടയാളങ്ങൾ ആവശ്യമാണെങ്കിൽ ഞാൻ ഇപ്രകാരം അവൻ ചെയ്ത ഒരടയാളം ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അത് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതല്ല, ലാസറിനെ ഉയർപ്പിച്ചതല്ല. എന്നാൽ പാലസ്തീന്റെ പെരുവഴിയിൽ അന്നത്തെ മതമായിരുന്ന യഹൂദ മതം കല്ലെറിഞ്ഞു കൊല്ലുവാൻ തൊക്കൊണ്ട് വിധിക്കപ്പെട്ട പടുവേശിയായിരിക്കുന്ന സ്ത്രീയെ ചേർത്ത് പിടിച്ചുകൊണ്ട് താൻ ശിമ്യോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലിരിക്കുമ്പോൾ തൻ്റെ കാൽപാദങ്ങളിൽ വന്നു നിന്നുകൊണ്ട് കണ്ണീർ കൊണ്ട് ആ കാൽപാദങ്ങൾ നനച്ചിട്ട് മുടി കൊണ്ട് ആ കാൽപാദങ്ങൾ തുവർത്തിയിട്ട് തെരുതെര ഇടവിടാതെ ആ കാൽപാദങ്ങളിൽ ചുംബനം ചെയ്ത പാപിനിയായിരിക്കുന്ന ഒരു സ്ത്രീയെയും ചേർത്ത് പിടിച്ചിട്ട് താനിരുന്ന ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ച് തൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച പക്ഷപാത രോഗിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായ യേശു ഇപ്രകാരം പറയുകയുണ്ടായി, മക്കളെ, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. മക്കളെ, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. അന്ന് ആ സമൂഹത്തിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമുണ്ട്. അന്ന് ആ അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ട ഒരു ചോദ്യമുണ്ട്, ഇവൻ ആരാണ്? ലൂക്കോസ് 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവം ഒരുവനല്ലാതെ പാപികളെ മോചിപ്പാൻ കഴിയുന്ന ഇവനാണ്. സമൂഹത്തിന് ബോധം വരുന്ന നിലയിൽ അവരുടെ മരിച്ചു കിടക്കുന്ന മനസാക്ഷിയെ ഉണർത്തുവാൻ പര്യാപ്തമെന്ന നിലയിൽ ഞങ്ങളുടെ കർത്താവ് കാണിച്ചു കൊടുത്ത ഒരു മഹാത്ഭുതമാണ് പാപികളുടെ പാപത്തിന് അവൻ പരിഹാരം വരുത്തി എന്നുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഈ ലോകം കണ്ട ഏറ്റവും വലിയ കുലപാതകയായിക്കൊള്ളട്ടെ, ഈ നാടും നാട്ടുകാരും നിങ്ങളൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങളെ വെറുക്കുന്നവരായിക്കൊള്ളട്ടെ, നിങ്ങൾ ഈ സമൂഹത്തിന് ഒരു ബാധ്യതയായി ജീവിക്കുന്നവനായിക്കൊള്ളട്ടെ, ഒറ്റപ്പെട്ടവനായിക്കൊള്ളട്ടെ, വീട്ടിൽ നിന്ന് ഇറക്കി വെള്ളവനായിക്കൊട്ടെ, നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, നിങ്ങളുടെ പാപം നിങ്ങളോട് ക്ഷമിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. എങ്കിൽ തന്നെയും നിങ്ങൾ ഏത് പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്നവനായാലും നിന്നെ ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം, നിന്റെ ഭൂതകാലം അന്വേഷിക്കാതെ നിന്നെ ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം, മകനെ, നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ചിരിക്കുന്നു പറയുവാൻ തക്കവണ്ണം
നിന്നെ സ്വർഗത്തിന് അവകാശിയാക്കി തീർക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് ഞങ്ങൾ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുമെന്ന് ചോദിച്ചാൽ, അവൻ ചരിത്രാതീതനായിരിക്കുന്ന പുരുഷനായിരിക്കാൻ ഞങ്ങൾ അവനെ കുറിച്ച് സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചരിത്രത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് മൺമറഞ്ഞു പോയ അനേക മഹാന്മാരുണ്ടായിട്ടുണ്ട്. അവർ ഈ സമൂഹത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകൾ ചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ നമുക്ക് അവിടെയും ഇവിടെയുമായിട്ട് കാണുവാൻ കഴിയും. അതിശക്തന്മാരായിരിക്കുന്ന നെപ്പോളിയനെ പോലെ, ഹിറ്റ്ലറെ പോലെ, അലക്സാണ്ടറെ പോലുള്ള ഭരണാധികാരികൾ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, അരിസ്റ്റോട്ടലിനെയും പ്ലേറ്റോയെ പോലെയും സോക്രട്ടീസിനെ പോലെയുമുള്ള സമാനതകളില്ലാത്ത തത്വചിന്തകന്മാർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഷേക്സ്പിയറിനെ പോലെയും ചാൾസ് ഡിക്കൻസിനെ പോലെയും സമാനതകളില്ലാത്ത എഴുത്തുകാർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനോട് ഞാൻ ചേർത്ത് പറയട്ടെ, അവർ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ഈ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ ഒന്നും തന്നെ വിസ്മരിക്കാതെ ഞാനിങ്ങനെയൊന്ന് പറയട്ടെ, അവരെല്ലാവരും ചരിത്രത്തിന് സംഭാവനകൾ നൽകിയിട്ട് കാലത്തിന്റെ ഏടുകളിൽ, ചരിത്രത്തിന്റെ ഏടുകളിൽ മറഞ്ഞു പോയവരാണ്. എന്നാൽ ചരിത്രത്തിന്റെ ഏടുകളിൽ മറയാതെ മങ്ങാതെ എന്തും ജ്വലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. മാനവചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി കീറി മുറിച്ചുകൊണ്ട് അതിന്റെ നടുവിലൂടെ നടന്നുപോയ കേവലം ഒരു ചരിത്ര പുരുഷനല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. കേവലം ചരിത്രത്തെ കീറി മുറിച്ചുകൊണ്ട് അതിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു ചരിത്ര പുരുഷൻ മാത്രമാണ് ഈ കർത്താവെങ്കിൽ ഞങ്ങൾ അവനെ കുറിച്ച് സംസാരിക്കില്ലായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവർ, ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ കേവലം ഒരു ചരിത്ര പുരുഷനല്ല, മറിച്ച് അവനാണ് ചരിത്രം. ചരിത്രം ആരംഭിക്കുന്നത് ഈ ക്രിസ്തുവിൽ നിന്ന്, ചരിത്രം അവസാനിക്കുന്നത് ഈ ക്രിസ്തുവിൽ നിന്ന്. അവനാണ് മാനവ ചരിത്രത്തെ വേർമുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ടെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യപ്രകാരം വായിക്കുന്നുണ്ട്, ആദിയിൽ ദൈവം. അവിടെയാണ് ചരിത്രം ആരംഭിക്കുന്നത്. ആദിയിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നിടത്ത് കേവലം ഈ ഭൂമിയുടെ ചരിത്രമല്ല, ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് അവിടെയാണ്. അതാണ് പൗലോസ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ വായിക്കുന്നത്, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയ സ്നേഹിതരെ, ചരിത്രം ആരംഭിക്കുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സകലത്തിന്റെയും സൃഷ്ടാവായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിലാണ്. അവനിലാണ് ചരിത്രം ആരംഭിക്കുന്നത്. അവനെ കൂടാതെ ഒരു ചരിത്രമില്ല, അവനെ കൂടാതെ ഒരു പ്രപഞ്ച ചരിത്രമില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അവസാന പുസ്തകത്തിൽ അതിന്റെ അവസാന അധ്യായത്തിന്റെ 13-ാം വാക്യം നാം വായിക്കുമ്പോൾ ഈ കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആദ്യനും അന്തവുമാകുന്നു. പ്രിയമുള്ളവരെ, ഈ കർത്താവ് നമ്മെ ഓർപ്പിക്കുക, ഞാൻ ആദ്യം മാത്രമല്ല, ഞാൻ തന്നെയാണ് അവസാനം. ഈ ചരിത്രം അവസാനിക്കുവാൻ പോകുന്നുവെങ്കിൽ ആ ചരിത്രം അവസാനിക്കുവാൻ പോകുന്നത് എന്നിൽ തന്നെയായിരിക്കും. പ്രിയമുള്ളവരെ, അവനാണ് ചരിത്രം. ചരിത്രം ആരംഭിച്ചത് അവനിലൂടെയാണെങ്കിൽ, പ്രപഞ്ചം ആരംഭിച്ചത് അവനിലൂടെയാണെങ്കിൽ, എല്ലാം അവസാനിക്കുവാൻ പോകുന്നതും അവന്റെ മുന്നിൽ തന്നെ ആയിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനിയും ഈ ചരിത്രാതീത പുരുഷനായിരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായി അംഗീകരിക്കുവാൻ ഇന്ന് നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ, തീർച്ചയായിട്ട് ഞാൻ പറയുന്നു, എഴുതി വെച്ചുകൊള്ളുക, ഒരു നാൾ നിങ്ങൾ ഇവനെ അംഗീകരിക്കുന്ന ദിവസമുണ്ട്. അവനെ അംഗീകരിക്കാതെ, അവന്റെ മുമ്പിൽ മുഴങ്കാലുകൾ മടക്കാതെ, മണ്ണിൽ മനുഷ്യനായി പിറന്ന ഒരുത്തനും അവന്റെ ജീവിതം, അവന്റെ നിത്യത അവസാനിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഞങ്ങൾ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ചോദിച്ചാൽ, അവൻ നിസ്തുലനായിരിക്കാൻ ഞങ്ങൾ അവനെ കുറിച്ച് പ്രസംഗിക്കുന്നു. അവന്റെ ജനനം നിസ്തുല്യമാണ്, അതിനാൽ ഞങ്ങൾ അവനെ കുറിച്ച് പ്രസംഗിക്കുന്നു. നമുക്കറിയാം, ശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് 108 ബില്യൺ ആൾക്കാരാണ് ഈ ഭൂമിയിൽ പിറന്നു വന്നിട്ടുള്ളത്.
ഇന്നും ഏകദേശം 8 ബില്യൺ മനുഷ്യർ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. 3,68,000 പൈതങ്ങൾ ഒരു ദിവസം ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നുണ്ട്. എന്നാൽ പറയട്ടെ, ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ജനിച്ചതുപോലെ ഇല്ല പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജനിച്ചവരായിട്ട് ആരുമില്ല. അവന്റെ ജനനം നിസ്തുല്യമാണ്. മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം. രണ്ടാം വാക്യം. നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. നാം ഓർക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ, അവൻ ഇവിടെ വന്നവനാണ്. കേവലം 2025 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ലോകം അവനെ അറിയുവാൻ തക്കനിടയായത്. എന്നാൽ മീഖ എന്ന് പറയുന്ന പ്രവാചകൻ അടിവരയിട്ടുകൊണ്ട് പറയുന്ന ഒരു പ്രസ്താവ്യമുണ്ട്, ഒരു പ്രചോദന വാക്യമുണ്ട്. അവൻ പണ്ടേയുള്ളവനാണ്. അല്ലയോ ലോകമേ, 2025 വർഷം മുമ്പാണ് നിങ്ങൾ ഇവനെ അറിയുവാൻ തക്കനിടയായതെങ്കിൽ, 2025 വർഷം മുമ്പാണ് ചരിത്രത്തിന്റെ ഏടുകളിൽ ഈ കർത്താവിന് ഈ ലോകത്തിൽ ഇടം പിടിക്കുവാൻ ഇടയായതെങ്കിലും പ്രവാചകൻ പറയുകയാണ്, അവൻ പണ്ടേയുള്ളവൻ, അവൻ പുരാതനനായവൻ. അതാണ് പൗലോസ് പറഞ്ഞത്, ദൈവരൂപത്തിലിരുന്നവൻ, സാക്ഷാൽ ദൈവമായിരുന്നവൻ, അവനാണ് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചത്. ഓർക്കണം, അവന്റെ ജനനം നിസ്തുല്യമാണ്. അവൻ എവിടെ ജനിക്കുമെന്ന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പ്രവചിക്കപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയും കൊണ്ട് അവസാനിക്കുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം പ്രകാരം വായിക്കുന്നുണ്ട്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഒന്ന് നാം കാണുകയുണ്ടായി, മീഖ പറഞ്ഞു, അവൻ എവിടെയാണ് ജനിക്കുവാൻ പോകുന്നത്? മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗം വിട്ട് ഈ ഭൂമിയിലോട്ട് വരാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു അവിടെ അവൻ എവിടെ ഉദയം കൊള്ളുമെന്ന് മീഖ പറഞ്ഞെങ്കിൽ, ഇവിടെ യെശയ്യാ പറയുകയാണ്, അവൻ എങ്ങനെയാണ് ജനിക്കുവാൻ പോകുന്നത്? നാം വായിക്കുകയുണ്ടായല്ലോ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. നമുക്കറിയാം, ശാസ്ത്രം എത്രമാത്രം വികസിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന്. മനുഷ്യൻ സ്പേസിൽ പോയി ജീവിക്കുന്നു. 9 മാസത്തോളം അവിടെ ജീവിച്ച് സുരക്ഷിതരായിട്ട് മടങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. എന്നാൽ ഇവനെ പോലെ ജനിച്ച് ഇത്രമാത്രം വികസിച്ച ഒരു ശാസ്ത്രയുഗത്തിൽ, സ്പേസിൽ പോയി താമസിച്ച് മടങ്ങി വരുന്ന ഒരു ശാസ്ത്രയുഗത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കേൾവിക്കാരെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ക്രിസ്തുവിനെ പോലെ ഭൂമിയിൽ ഭൂജാതനായിട്ടുള്ള കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചിട്ടുള്ള ചരിത്രത്തിന്റെ ഏടുകളിൽ പരതി നോക്കിയാൽ പോലും കാണുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവന്റെ ജനനം എന്ന് പറയുന്നത് അത് നിസ്തുല്യമാണ്. അവനെ പോലെ ജനിക്കുവാൻ ആർക്കും കഴിയില്ല. അത് നിസ്തുല്യമായിരിക്കുന്ന ജനനമാണ്. നാം മത്തായി സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യൂദയെ ജനിപ്പിച്ചു. തുടർന്ന് 42 ജന്മവിവരങ്ങൾ പറഞ്ഞിട്ട് 16-ാം വാക്യത്തിൽ വരുമ്പോൾ നാം ഇപ്രകാരമാണ് കാണുന്നത്, യാക്കോബ് മറിയയുടെ ഭർത്താവായിരിക്കുന്ന യോസേപ്പിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന യേശു ജനിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. പ്രിയമുള്ളവരെ, അവനെ ആരും ജനിപ്പിച്ചതല്ല. അബ്രഹാമിന് ഇസ്ഹാക്കിനെ ജനിപ്പിക്കാമായിരുന്നു, ഇസ്ഹാക്കിന് യാക്കോബിനെ ജനിപ്പിക്കാമായിരുന്നു. എന്നാൽ ഈ ക്രിസ്തുവിനെ ജനിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. അവൻ ജനിച്ചവനാണ്.
അവനെ ആരും ജനിപ്പിച്ചതല്ല, അവൻ ജനിച്ചവനാണ്. അവൻ്റെ ജന്മം അവൻ്റെ ജന്മം നിസ്തുല്യമാണ് പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ട് ഞങ്ങൾ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ചോദിച്ചാൽ, അവൻ്റെ ജീവിതം അത് നിസ്തുല്യമായിരിക്കുന്ന സമാനതകളില്ലാത്ത ജീവിതമായിരുന്നു. സ്വാമി വിവേകാനന്ദൻ ഇപ്രകാരം പറയുകയുണ്ടായി, ഞാൻ ഈ യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് പലസ്തീനിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ കണ്ണീർ കണങ്ങൾ കൊണ്ടല്ല, എൻ്റെ രക്തം കൊണ്ട് ആ കാൽപാദങ്ങൾ കഴുകുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യനായി ജീവിച്ച ഒരുത്തനെ ദൈവമായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഈ ക്രിസ്തുവിനേക്കാൾ യോഗ്യനായിട്ട് മറ്റാരെയും ഞാൻ കാണുന്നില്ല. അവന് ദാസന്മാരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല, എന്നാൽ അവൻ എല്ലാവരുടെയും യജമാനനായിരുന്നു. അവന് ഒരു കുലഗുരുവും അവൻ ആരംഭിച്ചതായിട്ട് നാം കാണുന്നില്ല, എന്നാൽ എല്ലാവരും അവനെ ഗുരുവെന്ന് വിളിച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട്, അവനൊരു പുസ്തകവും പോലും എഴുതിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ അവനെക്കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങളുടെ കണക്ക് നോക്കിയാൽ ഈ ലോകത്തിലുള്ള ഒരു ലൈബ്രറിയിലും കൊള്ളുകയില്ല എന്ന് കാണുവാൻ കഴിയും. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, അതുകൊണ്ടൊന്നുമല്ല ഞങ്ങൾ ഈ ക്രിസ്തുവിൻ്റെ ജീവിതം അത് നിസ്തുല്യമാണ് എന്ന് പറയുന്നത്. അതൊന്നുമല്ല ഇവന്റെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അവന്റെ ജീവിതം നിസ്തുല്യമാകുന്നത് 33 വർഷക്കാലം അവൻ ഈ ലോകത്തിൽ ജീവിച്ചു. അവന്റെ പ്രവൃത്തിയുടെ സമയമായിരുന്ന 3.5 വർഷക്കാലം, ആ 3.5 വർഷക്കാലം അവന്റെ പിറകെ ആ അടിമയിൽ അടിവെച്ചുകൊണ്ട്, ആ പാദപീഠങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഓരോ ചൂടിന്മേൽ ചൂട് വെച്ചുകൊണ്ട്, ഓരോ ദിനരാത്രങ്ങളും അവനെ അനുഗമിച്ച അരുമശിഷ്യനായിരിക്കുന്ന പത്രോസ് അവനെ കുറിച്ച് പറഞ്ഞു, എന്റെ ഗുരു അവൻ പാപം ചെയ്തിട്ടില്ല. എന്റെ ഗുരു അവൻ പാപം ചെയ്തിട്ടില്ല. പകൽ മാത്രമല്ല രാത്രിയിലും ആ കാൽപാദങ്ങളെ പിന്തുടർന്നവനാണ് ഞാൻ. ഒരിക്കൽ പോലും എന്റെ ഗുരു പാപം ചെയ്തിട്ടില്ല. ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് പിടിക്കപ്പെട്ടവനായ അപ്പോസ്തലനായ പൗലോസ് ഈ ഗുരുവിനെ കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞത്, അവൻ പാപം അറിയാത്തവനാണ്. എന്താണ് പാപം അറിയാത്തതെന്ന് പറഞ്ഞാൽ? നാം മറിയയുടെ ചോദ്യമുണ്ട്, ഞാൻ പുരുഷനെ അറിയായതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും? അറിയുക എന്ന് പറഞ്ഞാൽ ഇടപെടുക, ബന്ധപ്പെടുക എന്നാണ്. പൗലോസ് പറയുകയാണ്, എന്റെ ഗുരുനാഥനുണ്ടല്ലോ, ഞാൻ ജീവിക്കുന്നത് അവന് വേണ്ടിയാ, ഞാൻ മരിക്കുന്നത് അവന് വേണ്ടിയാ. അവൻ പാപം അറിയാത്തവനാണ്. പാപം അറിയാത്തവനായി ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പൗലോസ് പറയുക, എന്റെ ഗുരുനാഥൻ അവൻ പാപം അറിയാത്തവനാണ്. ആ തിരുമാറിൽ ചാരിക്കൊണ്ട് ആ ഹൃദയത്തിന്റെ ലെഫ്റ്റ് താളങ്ങൾ തിരിച്ചറിഞ്ഞവനായ അരിമ സ്നേഹിതനായ ശിഷ്യനായ യോഹന്നാൻ ആ ഗുരുവിനെ കുറിച്ച് പറഞ്ഞ പ്രകാരമാണ്, എന്റെ ഗുരുവിൽ അവനിൽ പാപമില്ല, അവന്റെ സിരകളിൽ പാപമോടുന്നില്ല, അവന്റെ രക്തത്തിൽ പാപം അലിഞ്ഞു ചേർന്നിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ വസ്തുതകളെല്ലാം ഒരു വശത്ത് മാറ്റിവെച്ചുകൊണ്ട് പാലസ്തീന്റെ പെരുവഴിയിലൂടെ തന്റെ അടുക്കലേക്ക് പദം വെച്ച് നടന്നു വരുന്ന ഈ നസ്രായനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഴയ നിയമത്തിന്റെ അവസാന പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം പറയുകയുണ്ടായി, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യാത്തവൻ പാപം ചുമന്നുവെങ്കിൽ, പാപം അറിയാത്തവൻ പാപം ചുമന്നുവെങ്കിൽ, പാപമില്ലാത്തവൻ പാപം ചുമന്നുവെങ്കിൽ, അവൻ ആരുടെ പാപമാണ് ചുമന്നത്? ഒട്ടേക്കാട് നിവാസികളെ, ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുണർത്തട്ടെ, ഈ പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ, പാപമില്ലാത്തവൻ ചുമന്ന പാപം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും പാപമാണ് കേട്ടോ. എന്റെയും നിങ്ങളുടെയും പാപമാണ്. പ്രിയമുള്ളവരെ, അതാണ് അവന്റെ ജീവിതത്തെ നിസ്തുല്യമാക്കുന്നത്. പാപമില്ലാത്തവൻ മറ്റുള്ളവരുടെ പാപം ചുമക്കുന്നവനായി മാറിയപ്പോൾ അവന്റെ ജീവിതം നിസ്തുല്യമായി തീർന്നു എന്ന് കാണുവാൻ കഴിയും. ഇനിയും ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഞങ്ങൾ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ചോദിച്ചാൽ, അവന്റെ പ്രഖ്യാപനങ്ങൾ നിസ്തുല്യമായിരുന്നു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നിന്ന് ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും
സത്യവും ജീവനും ആകുന്നു. പ്രിയമുള്ളവരെ, വഴി മനുഷ്യനെ ലക്ഷ്യത്തിലെത്തിക്കുന്നതാണ്. അങ്കമാലിയിൽ നിന്ന് ഞങ്ങൾ വഴിയിലൂടെ യാത്ര ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ വട്ടേക്കാടിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ വഴി എന്ന് പറയുന്നത് മനുഷ്യനെ അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതാണ്. ഇവിടെ ക്രിസ്തു പ്രഖ്യാപിക്കുക, ഞാനാണ് വഴി, ഞാൻ തന്നെ വഴി എന്ന് പറഞ്ഞാൽ മറ്റൊരു വഴിയുമില്ല. നിങ്ങൾ അന്വേഷിക്കുന്ന, നിങ്ങളുടെ ജീവിതാവസാനത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ തുറമുഖത്ത് നിങ്ങളെ എത്തിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായിരിക്കുന്ന ഒരു വഴിയുണ്ടെങ്കിൽ ആ വഴി ഞാനാണ്. ഓർക്കുറിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുവാൻ ചുറ്റും കൂടിയിരിക്കുന്ന ജനസഹസ്രത്തെ കണ്ടുകൊണ്ട് ഞാനാണ് വഴി, ഞാനല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ കഴിയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവിന് മാത്രമാണ്. എൻ്റെ പ്രിയ സ്നേഹിത, നിത്യനാശത്തിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള വഴിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. നിത്യ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള വഴിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കുള്ള വഴിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശു ക്രിസ്തു. പ്രിയമുള്ളവരെ, ഈ വഴിയിലോട്ടാണ് അവൻ നിങ്ങളെ വിളിക്കുന്നത്. ജീവിതയാത്രയിൽ വഴിയറിയാതെ ജീവിതത്തിന്റെ ആൽക്കലവകളിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ നിൽക്കുന്ന പ്രിയ സ്നേഹിത, ഈ ശബ്ദം കേൾക്കുന്ന ഈ ഇടത്തേക്ക് കടന്നു വരൂ. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം നിനക്കുള്ള വഴി ഏതാണെന്ന്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ക്രിസ്തുവാണ് ജീവനിലേക്കുള്ള വഴി. ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ച് കളയാം എന്ന് ചിന്തിച്ചിരിക്കുന്ന പ്രിയ സ്നേഹിത, ജീവിതം ഒടുക്കിക്കളയുവാനുള്ളതല്ല, ജീവിതം ജീവിക്കുവാനുള്ളത് നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വഴിയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തു. അവൻ പറയുകയുണ്ടായി, ഞാൻ നല്ല ഇടയനാണ്. പ്രിയ സ്നേഹിത, എല്ലാവരാലും തള്ളക്കളഞ്ഞ് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളെ ചുമലിലേറ്റി സ്വർഗമെന്ന ആ പറുദീസയിലെത്തിക്കുവോളം ചുമക്കുവാൻ പര്യാപ്തനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അവൻ വാതിലാകുന്നു. നിത്യനാശത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള വാതിൽ അവനാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. അവനെക്കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്ക് കേൾക്കുകയുണ്ടായി. അവൻ്റെ ജനനം നിസ്തുല്യമായിരുന്നു, അവൻ്റെ ജീവിതം നിസ്തുല്യമായിരുന്നു, അവൻ്റെ പ്രഖ്യാപനങ്ങൾ നിസ്തുല്യമായിരുന്നു. പ്രിയമുള്ളവരെ, ജനനത്തിൽ മാത്രമല്ല അവൻ്റെ മരണത്തിലും അവൻ നിസ്തുല്യം തന്നെ. നമുക്കറിയാം, എല്ലാവരും ജനിക്കുന്നത് തന്നെ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഉലക ചരിത്രത്തിൽ മരിക്കുവാനായിട്ട് ജന്മം കൊണ്ട ഒരുത്തിനേയുള്ളൂ. മറ്റുള്ളവരുടെ പാപപരിഹാരത്തിനായി മരിക്കുവാൻ തക്കോണം ജന്മം കണ്ട ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അതാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തു. അപ്പോസ്തലനായ പത്രോസ് അതിൻ്റെ 1 ലേഖനം 2 അധ്യായം 24 വാക്കിൽ ഇപ്രകാരം എഴുതിയുണ്ടായി, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിൽ കയറി. അനേകർ ജീവിക്കുവാനായിട്ട് ജനിച്ചപ്പോൾ, അനേകർ ജീവിക്കുവാനായിട്ട് നെട്ടോട്ടമോടുമ്പോൾ, അനേകർ ജീവിക്കുവാനായിട്ട് കൊല്ലയും കൊലവിളിയും നടത്തുമ്പോൾ, ഇവിടെ ഒരുത്തൻ മറ്റുള്ളവരെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നിൽക്കുകയല്ല. യോഹന്നാൻ സ്നാപകൻ പറയുകയുണ്ടായി, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുവെങ്കിൽ അതിന് ഉത്സവപ്പെട്ടുകൊണ്ട് പത്രോസ്ലീഹ പറയുക, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ മരണം എത്രയോ നിസ്തുല്യമാണ് പ്രിയപ്പെട്ടവരെ. നാം ഓരോരുത്തരും നമ്മുടേതായ പാപങ്ങളിൽ മരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറുവാൻ ഇവന് മാത്രമേ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അവൻ പാപം ഇല്ലാത്തവനാണ്. അവൻ്റെ ഉയർപ്പിലും അവൻ നിസ്തുലനാണെന്ന് കാണുവാൻ കഴിയും. ഇന്നലെയും നമ്മൾ കേട്ട വാക്യമായതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് 7 വൻകരകളിലായിട്ട് അനേക കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ പലസ്തീനിൽ ഒരു ചെറിയ തോട്ടത്തിൽ ഒരു കല്ലറ മാത്രം തുറന്നു കിടക്കുകയാണ്. അതിന് മുകളിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, അവനിവിടെയില്ല,
മരണത്തെ വെന്ന് ഉയർത്തെഴുന്നേറ്റവൻ അവനെ പോലെ മറ്റാരുമില്ല പ്രിയപ്പെട്ടവരെ. അവൻ ഉയർപ്പിൽ നിസ്തുലനായിരുന്നുവെങ്കിൽ, അവൻ മരണത്തിൽ നിസ്തുലനായിരുന്നുവെങ്കിൽ, ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ്റെ മടങ്ങി വരവിലും അവൻ നിസ്തുലൻ തന്നെ ആയിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 9 മുതൽ 11 വരെ വാക്കുകൾ വായിക്കുമ്പോൾ നാം ഇപ്രകാരം കാണുന്നുണ്ട്: അല്ലല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങളിങ്ങനെ സ്വർഗത്തിലേക്ക് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയ ഈ കർത്താവായ യേശു ക്രിസ്തു അവൻ പോയതുപോലെ, അവൻ എവണ്ണം പോയതോ അതുപോലെ മടങ്ങി വരും. അവൻ അതുപോലെ മടങ്ങി വരും. അവൻ്റെ മരണം നിസ്തുല്യമായിരുന്നുവെങ്കിൽ, അവൻ്റെ ഉയർപ്പ് നിസ്തുല്യമായിരുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന വട്ടേക്കാട് നിവാസികളെ, അവൻ ഒരു നാൾ പോയതുപോലെ മടങ്ങി വരും. വാക്കുമാറുവാൻ അവൻ മനുഷ്യനല്ല. അവൻ പോയതുപോലെ മടങ്ങി വരും. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-ാം പ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രതാപ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അടുത്ത് വായിക്കുന്നത്: ക്രിസ്തുവിൽ മരിച്ചവർ അവനെ എതിരേൽക്കാൻ ഉയർത്തെഴുന്നേറ്റ് വരും. ക്രിസ്തുവിൽ മരിച്ചവർ അവനെ എതിരേൽക്കാൻ ഉയർത്തെഴുന്നേറ്റ് വരും. അവനെ കർത്താവായി സ്വീകരിച്ചവർ, അവന്റെ രക്തത്താൽ പാപക്കറകളെ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവർ, അവനായി ജീവിക്കുന്നവർ, അവനിൽ മരിച്ചവർ, അവനിൽ ജീവിക്കുന്നവർ, അവന്റെ മടങ്ങി വരവിൽ അവനെ എതിരേൽപ്പാൻ എഴുന്നേറ്റ് വരും. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ വരും നിശ്ചയം. പക്ഷേ നിന്റെ ഗതി എന്താകും? നിന്റെ ഗതി എന്താകും? അതാണ് നീ ഇന്ന് ചിന്തിക്കേണ്ട ചോദ്യം. അവൻ മരണത്തിൽ നിസ്തുലനായിരുന്നുവെങ്കിൽ, ജീവിതത്തിൽ നിസ്തുലനായിരുന്നുവെങ്കിൽ, അവന്റെ ഉയർപ്പിൽ നിസ്തുലനായിരുന്നുവെങ്കിൽ, അവന്റെ മടങ്ങി വരവിലും അവൻ നിസ്തുലനായിരിക്കും. അവനെ എതിരേൽപ്പാൻ എൻ്റെ പ്രിയ സ്നേഹിത, നീ കാണുമോ? കാണണമെന്നാണ് നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ താല്പര്യവും പ്രാർത്ഥനയും. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനായിക്കൊള്ളട്ടെ, വിദ്യാസമ്പന്നനോ വിദ്യാവിഹീനനോ ആയിക്കൊള്ളട്ടെ, ധനവാനോ ദരിദ്രനോ ആയിക്കൊള്ളട്ടെ, ഭരണത്തിലിരിക്കുന്നവനോ തൊഴിലാളിയോ ആയിക്കൊള്ളട്ടെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയ സ്നേഹിത, നിന്നെ സ്നേഹിച്ചിട്ടാണ് പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നുകൊണ്ട് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെ നിലവിളിച്ച നിന്നെ സ്നേഹിച്ചിട്ട്, ആ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നുകൊണ്ട് എന്നെ ആര് രക്ഷിക്കുമെന്ന് അലറി വിളിച്ച നിന്നെ സ്നേഹിച്ചിട്ട്, സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ വന്ന് നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തന്റെ കാൽകരങ്ങൾ വിരിച്ചിട്ട്, ആ കാൽകരങ്ങളിൽ കാരിരുമ്പാണികൾ ആഴ്ന്നിറങ്ങുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്, നിനക്ക് വേണ്ടി തുപ്പലേറ്റത്, നിനക്ക് വേണ്ടി മുൾക്കിരീടം ചൂടിയത്, നിനക്ക് വേണ്ടി നിന്നപാത്രമായത് നിന്നെ സ്നേഹിച്ചിട്ടാ. പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് അവന്റെ കരങ്ങൾ നീട്ടി നിന്നെ ഒന്ന് പിടിച്ചുയർത്തി തൻ്റെ മാറോട് ചേർക്കുവാൻ കേൾപ്പുള്ള ഈ ദൈവത്തെ സ്നേഹിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, നിത്യനരകത്തിന്റെ ഭയാനകതകളല്ല നിന്നെ ക്രിസ്തുവിനോട് അടുപ്പിക്കേണ്ടത്. നിത്യനാശത്തിൽ നരകത്തിന്റെ ആ കെടാത്ത തീയോ ചാകാത്ത പുഴുവല്ല ഇവിടുത്തെ പ്രസക്ത വിഷയം. നിന്നെ ക്രിസ്തുവിനോട് അടുപ്പിക്കേണ്ടത്, നിന്നെ ആ കാൽവരി ക്രൂശിനോട് അടുപ്പിക്കേണ്ടത്, നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കാൽകരങ്ങൾ വിരിച്ചു കൊടുത്ത ആ കർത്താവിൻ്റെ നിസ്തുല്യമായിരിക്കുന്ന സ്നേഹമായിരിക്കണം. ആ വിരിച്ച കരങ്ങളിൽ ഇന്നും നിനക്ക് വേണ്ടി കാത്തിരിക്കുക എൻ്റെ പ്രിയ സ്നേഹിത. അവൻ്റെ അടുത്ത് വരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ നിന്റെ പണവും നിന്റെ പ്രസക്തിയും അവനാവശ്യമില്ല, നേർച്ച കാഴ്ചകൾ അവനാവശ്യമില്ല. എൻ്റെ പ്രിയ സ്നേഹിത, നീ ആയിരിക്കുന്നിടത്ത് നിന്ന് എൻ്റെ കർത്താവേ, ഞാൻ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനോട് ഏറ്റു പറയാൻ കഴിയുമോ? ആ കുരിശിൽ കിടന്ന കള്ളന്മാരെ പോലെ, കർത്താവേ, ഞാൻ പാപിയായിരിക്കുന്ന മനുഷ്യൻ, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ അവിടുന്ന് പരമയാഗമായി തീർന്നു നീ വിശ്വസിക്കുന്നു കർത്താവേ. അവിടുന്ന് രാജാതിരാജാവും കർത്താതി കർത്താവും സാക്ഷാൽ ദൈവവും ദൈവപുത്രനും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എൻ്റെ പാപപരിഹാരത്തിനാണ് വിശ്വസിക്കുന്നു. കർത്താവെ, എന്നെ ചേർക്കുവാൻ ഒരു നാൾ അവിടുന്ന് മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ആ കുരിശിൽ കിടന്ന കള്ളനെ പോലെ നിങ്ങൾക്ക് പറയുവാനിടയായാൽ
ആ കർത്താവ് ആ കള്ളനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് നീ എന്നോടുകൂടെ പരദേശിലിരിക്കും. നിന്റെ ഭൂതകാലം അവൻ നോക്കുകയില്ല കേട്ടോ. നീ കൊലപാതകിയാണോ, കള്ളനാണോ, കവർച്ചക്കാരനാണെന്നോ എന്ന് അവൻ ആ കള്ളനോട് ചോദിച്ചില്ല. അവനോട് ചോദിച്ച ഒരു ചോദ്യവും ഉണ്ടായിരുന്നില്ല. അവൻ അംഗീകരിച്ചു, യേശുവേ, നീ രാജ്യം പ്രാപിച്ചു വരുമ്പോൾ ഈ കള്ളനായ, ദോഷിയായ, പാപിയായ എന്നെ ഒന്ന് ഓർക്കണമേ. മറുപടി വളരെ സുതാര്യമായിരുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പരദേശിലിരിക്കും. ഞങ്ങൾ വാഴിക്കടക്കട്ടെ പ്രിയപ്പെട്ടവരെ, വാക്കുകൾ നിർത്തട്ടെ, വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ഞങ്ങളെ കേട്ട ആർക്കെങ്കിലും ഞങ്ങൾ പാപിയാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, ഈ കർത്താവിനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അവൻ്റെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുക. ആ മാടി വിളിച്ച ആ വിരിക്കപ്പെട്ട കരങ്ങളിലേക്ക് ഒന്ന് അമർന്നിരിപ്പാൻ നിങ്ങൾക്കിടയാകട്ടെ. നിങ്ങളെ ദൈവം ആത്മാർത്ഥമായി അനുഗ്രഹിക്കട്ടെ. സമയം തന്ന സുവിശേഷ കൂട്ടായ്മയ്ക്കും മാതൃസഭയ്ക്കും അതുപോലെ തന്നെ ഈ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും വാക്കുകളിൽ ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുല്യമായിരിക്കുന്ന ശബ്ദം ഇന്ന് രാത്രിയിലും കേൾക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. മനുഷ്യവർഗം മുഴുവനും പാപത്തിലാണ് എന്നും ആ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്നും മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചു. അവൻ്റെ ജനനത്തിൽ അവൻ നിസ്തുല്യനായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ അവൻ നിസ്തുല്യൻ ആയിരുന്നു. അവൻ്റെ മരണത്തിൽ അവൻ നിസ്തുല്യൻ ആയിരുന്നു. ഉയർത്തെഴുന്നേൽപ്പിൽ അവൻ നിസ്തുല്യൻ ആയിരുന്നു. അവൻ നിസ്തുല്യനായി ഇനിയും മടങ്ങി വരും. ആ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഏതൊരു പാപിക്കും പാപമോചനം ആവശ്യമാണ്, അല്ലെങ്കിൽ ലഭ്യമാണ് എന്നുള്ള വലിയ സത്യം ഇന്ന് രാത്രിയിൽ പ്രിയ ദൈവദാസനിൽ കൂടെ നമ്മെ കേൾപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഈ നിലയിൽ നമ്മോട് ഇന്ന് രാത്രിയിൽ ദൈവവചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. ഈ 2 ദിവസങ്ങളിലായിട്ട് ഈ ദേശത്തോടുള്ള സന്ദേശം അറിയിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവത്തിന് നമ്മോട് പ്രസാദമായി തീർന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നലെയും ഇന്നും ആ നിലയിൽ ദൈവവചനം സംസാരിപ്പാൻ ദൈവം തൻ്റെ ദാസന്മാരെ ഉപയോഗിച്ചു. ദൈവം ആവശ്യമായ കൃപകളെ നൽകി. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ഈ ഭവനം നമുക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയായിത്തീർന്നു. ആ പ്രിയപ്പെട്ടവർ ഈ 2 ദിവസത്തെ മീറ്റിംഗ് നടത്തുവാനായിട്ട് ഈ ഭവനാങ്കണം നമുക്ക് വേണ്ടി ഒരുക്കി. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ നിലയിൽ ഇങ്ങനെ ഈ ഭവനം ഒരുക്കപ്പെട്ടതിനായിട്ട് പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ദേശത്തോടുള്ള നന്ദിയും സ്നേഹവും അങ്കമാലി കിഴക്കേ സഭയുടെ പേരിലും സുവിശേഷ കൂട്ടായ്മയുടെ പേരിലും ദൈവനാമത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. അത്ഭുത സ്നേഹത്താൽ അളവില്ലാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. സകല സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനായിരിക്കുന്ന മഹാദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ വരുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ വലിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, മണ്ണിലലിഞ്ഞു പോകുന്ന നാവുകൾ കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അങ്ങയുടെ വചനത്തെ ഘോഷിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ് വാത്സല്യ ഭവനത്തിൻ്റെ ഈ അങ്കണത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെക്കുറിച്ച് ഒരിക്കൽ കൂടി വർണ്ണിക്കുവാനും കർത്താവ് തന്ന മഹാഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഇന്ന് വചനം സംസാരിച്ച ദൈവദാസനായിട്ട് സ്തോത്രം. കർത്താവെ, യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെ വ്യത്യസ്തമായ നിലയിൽ അവതരിപ്പിക്കുവാൻ തനിക്ക് കൊടുത്ത എല്ലാ പ്രാഗൽഭ്യത്തിനായിട്ട് സ്തോത്രം. അതുപോലെ ഇതിൻ്റെ പിന്നിലുള്ള സുവിശേഷ കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. അങ്കമാലിയിലെ കിഴക്കേ സഭയ്ക്കായിട്ട് സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. കർത്താവെ, ഇങ്ങനൊരു ശുശ്രൂഷയ്ക്ക് പിൻബലമായിട്ട് നിൽക്കുവാൻ എല്ലാവരെയും കർത്താവ് ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് തന്ന ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് വീണ്ടും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ, പ്രകൃതിയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നല്ലോ, എല്ലാ സാഹചര്യങ്ങളെയും അനുകൂലമാക്കി തന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. എൻ്റെ എല്ലാ
മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. കർത്താവെ, ഞങ്ങൾക്കല്ല നിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തിരുവമ്പാകെ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വയ്ക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും പുത്രൻ മുഖാന്തരം തിരുപ്പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കൃപയുണ്ടായി കേട്ട് ഉത്തരമരണമേ സ്വർഗസ്ഥ പിതാവേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും പിതാവായ ദൈവത്തിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സാമീപ്യവും സഹവാസവും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ വരവോളവും നാം എല്ലാവരോടുകൂടെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലോ ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും മലയാതെ മോദമായി അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും മലയാതെ മോദമായി മരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ.